ഇപ്പോൾ ഈ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം, ഇ.പി. ജയരാജൻ്റെ ആത്മകഥ വീണ്ടും വലിയ രീതിയിൽ വീണ്ടും എന്നുള്ളതല്ല ചർച്ചയാകുന്നു. പക്ഷേ ഇ.പി. അത് നിഷേധിക്കുന്നു. പക്ഷേ CPM-നെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഇപ്പോൾ ഈ ആത്മകഥ പുറത്തു വന്നു, ചില ഭാഗങ്ങൾ പുറത്തു എന്ന് പറയുമ്പോഴും ഇ.പി. അത് നിഷേധിക്കുന്നുമുണ്ട്. നിയമ നടപടി സ്വീകരിക്കുമെന്ന് വരെ പറയുന്നു. ഇപ്പോൾ DC ബുക്സാണ് പ്രസാധകർ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രത്യേക ദിവസത്തിൽ തന്നെ, പോളിംഗ് ദിവസം തന്നെ, എന്തുകൊണ്ട് ഇങ്ങനെ ചില പ്രസക്ത ഭാഗങ്ങൾ, ശോഭാ സുരേന്ദ്രനെ കണ്ടതടക്കം ആ ഒരു ഭാഗങ്ങൾ പുറത്തു വന്നു? അതിൽ ഇ.പി.യുടെ പങ്കെന്ത്? അത് മനഃപൂർവ്വമാണോ, അല്ലെങ്കിൽ അതിന് പിന്നിലാര്? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ പൊതുസമൂഹം തന്നെ പറയുന്നുണ്ട്. ടി.ജിക്ക് ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് തോന്നുന്നത്? എന്താണ് സംഭവിച്ചതെന്നാണ് തോന്നുന്നത്? അതെ, ഇ.പി. ജയരാജൻ ഇത് എഴുതിയതാണ്. ഇതിനിടയ്ക്ക് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പേരാരും പറയാത്തത് എന്താ? ഒരു പ്രമുഖ പത്രത്തിൽ അച്ചടിച്ചു വന്നു എന്നാരും പറയാത്തത് എന്താ? എല്ലാവരും DC-യുടെ നെഞ്ചത്തേക്ക് കയറുന്നു, DC-ക്കെതിരെ നിയമ നടപടി എടുക്കും. എന്താ ടൈംസ് ഓഫ് ഇന്ത്യക്കെതിരെ നിയമ നടപടി എടുക്കാത്തത്? ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജിൽ പ്ലസ് ക്യാരി ചെയ്ത് 4th പേജിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഐ തിങ്ക് എക്സെപ്റ്റ് ശോഭാ സുരേന്ദ്രൻ, ബാക്കി കാര്യങ്ങളെല്ലാം ഇ.പി. പറഞ്ഞതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പ്രിൻ്റ് ചെയ്തിറക്കിയിരിക്കുന്നു. പക്ഷേ അതേപ്പറ്റി ആർക്കും പരാതിയില്ല, കാരണം അത് അദ്ദേഹം പറഞ്ഞതാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ക്ലെയിം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ ആത്മകഥയുടെ ഒരു വി ഹാഡ് എ ഗ്ലാൻസ് ഒന്ന് കാണാൻ പറ്റി, DC ബുക്സാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നതെന്നും ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു. DC ബുക്സ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇന്നലെ. അതായത് ഇന്നലെ വൈകുന്നേരം ഒരു 7-8 മണിക്കായിരിക്കണം അത്, കാരണം രാവിലെ ഞാൻ നോക്കുമ്പോൾ 11 മണിക്കൂറായി ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ തലേദിവസം വൈകുന്നേരം എപ്പോഴോ ഇട്ടതാണ്, 7 മണിക്കോ 8 മണിക്കോ ആവാം. 7 മണി 8 മണി എന്ന് പറയുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അവർ പേജ് ലേഔട്ടൊക്കെ റെഡിയാക്കി ചെയ്യുന്ന സമയമാണ്, അതും ഫ്രണ്ട് പേജാണില്ല. അപ്പോൾ ഏകദേശം DC ബുക്സിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ടൈംസ് ഓഫ് ഇന്ത്യയുടെ കമ്പോസിങ് ടൈമും മാച്ച് ആവുന്നു. രണ്ടുപേരും അറിഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേരും അറിഞ്ഞ് ചെയ്യുന്ന കാര്യം ജയരാജൻ മാത്രം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരുപക്ഷെ ജയരാജൻ ഇത് ആലോചിച്ച് കാണില്ല, ഇവരോടൊക്കെ ഇത് പറയുമ്പോൾ ഇവർ നാളെ രാവിലെ തന്നെ ഇതങ്ങോട്ട് ഫ്ലാഷ് ചെയ്യും എന്നൊന്നും ധരിച്ച് കാണില്ല. അത് വന്നു കഴിഞ്ഞപ്പോൾ പരിഭ്രമിച്ചു പോയി പാവം. ജയരാജൻ എപ്പോഴും സംഭവിക്കുന്നതാണ്. ജയരാജൻ ബൈ ആൻഡ് ലാർജ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ്. കമ്മ്യൂണിസ്റ്റാണ്, സ്റ്റാലിനിസ്റ്റാണ്. തല്ലു എന്ന് പറഞ്ഞാൽ തല്ലും, കൊല്ലു എന്ന് പറഞ്ഞാൽ കൊല്ലും. അങ്ങനെയുള്ള സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇത് ദുഷ്ടനാണെങ്കിലും നമുക്ക് ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൾക്കാരോടൊരു മതിപ്പ് തോന്നുന്നില്ല. പുറകിൽ കൂടെയുള്ള ഓപ്പറേഷൻസ് ഇല്ല, നേരെ പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇ.പി. അപ്പോൾ ഇ.പി. ഇത് രാവിലെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഒരുപാട് ഫോൺ കോളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇ.പി. നേരെ തിരിഞ്ഞു, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. രവി DC-യെ വിളിച്ചു. അങ്ങേര് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിനായിട്ട് അവിടെയാണ്. ഇപ്പോൾ രവി DC പറഞ്ഞു കാണും, ശരി ഞാനൊരു കാര്യം ചെയ്യാം, ഡാമേജ് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് DC അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇതിൻ്റെ റിലീസ് ഇന്ന് റിലീസ് ചെയ്യാനിരുന്നതാണ്. DC-യുടെ എല്ലാ സ്റ്റോറിലും ബുക്ക് എത്തിക്കഴിഞ്ഞു. സ്റ്റോറുകാർക്ക് ഇന്ന് രാവിലെ തുറക്കുമ്പോൾ വിൽപ്പന നടത്താനുള്ള അനുവാദവും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അനുവാദം മുഴുവൻ ഫ്രീസ് ചെയ്ത് DC രവി അർജൻ്റായിട്ട് പുസ്തകർക്കും വിൽക്കരുത് എന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. പുസ്തക പ്രസാധനം കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ഇ.പി. ജയരാജൻ പറഞ്ഞത് എന്താ, ഞാൻ DC-ക്ക് ഈ മാറ്റർ കൊടുത്തിട്ടില്ല, DC-യുമായിട്ട് കരാറില്ല, എനിക്കൊന്നും അറിയില്ല. ഈ ഒന്നും അറിയാതെ DC ഒരു പുസ്തകം അച്ചടിക്കുമോ? ഇറ്റ് ഈസ് അൺബിലീവബിൾ. DC-ക്ക് DC-യുടെ ഒരു ക്രെഡിബിലിറ്റിയും ഇതുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആകാശത്തു നിന്ന് ഇ.പി. ജയരാജൻ്റെ ആത്മകഥ DC രവി എഴുതി തയ്യാറാക്കിയിട്ട് അങ്ങ് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായത്? മരിച്ചുപോയ ആളിൻ്റെ ആണെങ്കിൽ പിന്നെ ഒരു കള്ളത്തരം എന്തെങ്കിലും വയ്ക്കാം. ഇത് ജീവിച്ചിരിക്കുകയാണ് ഇ.പി. അങ്ങേരുടെ ആൾക്കാർ വന്നിട്ട് DC ബുക്സ് അടിച്ച് പൊട്ടിക്കും. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം DC രവി ചെയ്യില്ല. ഇപ്പോൾ ഈ ബുക്കുണ്ട്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പരിഭ്രമിച്ചു പോയി. അതിൻ്റെ പേരിൽ ഈ ബഹളം വയ്ക്കുകയാണ്. പുള്ളി ഒരു നിയമ നടപടിയും DC-ക്കെതിരെ എടുക്കാൻ പോകുന്നില്ല. കാരണം
ദർ ഈസ് എ കോൺട്രാക്റ്റ്. അതെ. DC രവി മാന്യനായതുകൊണ്ട് ആ കോൺട്രാക്റ്റ് പുറത്തു വിടുന്നില്ലെന്നേ ഉള്ളൂ. പുറത്തു വിട്ടാൽ ജയരാജൻ വീണ്ടും കുഴപ്പത്തിലാവും. മാത്രമല്ല പാലക്കാട് CPM തോറ്റതിൻ്റെ കുറ്റം മുഴുവൻ DC രവിയുടെ തലയിൽ വയ്ക്കും. അങ്ങനെ ഒന്നും ചെയ്യാനൊന്നുമില്ല. എന്നാലും ജനറലി ബിസിനസ്സുകാർ ഒരു കോൺട്രവേഴ്സി ആഗ്രഹിക്കുന്നവരല്ല. അവരെപ്പോഴും സ്മൂത്തായിട്ട് കോൺട്രവേഴ്സി വേണം അവർക്ക് പുസ്തകം കൂടുതൽ ചിലവാകാൻ. ബട്ട് അതിനപ്പുറത്തേക്ക് അത് കേസും പുലുവാലും ആകാൻ അവർ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് DC ഈസ് കീപ്പിംഗ് റെസ്ട്രെയിൻറ്റ്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഈ പിണറായി 2.0 രണ്ടാം സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുണ്ട്. അങ്ങനെ ഈ വളരെ പ്രസക്തമായ കണ്ടന്റുകൾ മാത്രം എന്തുകൊണ്ട് പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ ഡാമേജ് എന്തായാലും അത് ആ പുസ്തകം വായിക്കുമ്പോഴാണ് അതിൻ്റെ ഡാമേജ്, അതിൻ്റെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഡാമേജ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഈ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്ന എന്തായാലും ചെറിയൊരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? നല്ല ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിന് മുമ്പ് ഉണ്ടായി. ഇപ്പോൾ ഈ പാർട്ടിയിൽ 89 ഓർമ്മയുണ്ടോ, ഗോർബച്ചേവാണ് ഗ്ലാസ്നോസ്റ്റ് പെരസ്ട്രോയിക്ക ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. റഷ്യൻ വാക്കാണത്. ഗ്ലാസ്നോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലും വാതിലും ഒക്കെ തുറക്കുക, കാറ്റും വെളിച്ചവും കടക്കുക. കാറ്റും വെളിച്ചവും പാർട്ടിയിലേക്ക് കടക്കരുത് എന്ന് ആദ്യം വാശി പിടിച്ചത് MN വിജയനാണ്, അവരുടെ വലിയ സൈദ്ധാന്തികൻ. കാരണം കാറ്റും വെളിച്ചവും കടന്ന് നാട്ടുകാരൊക്കെ ഇത് കാണും, ഈ പോക്കൃത്തരാണ് ഇതിനകത്ത് നടക്കുന്നത് മനസ്സിലാവും, പാർട്ടി പൊളി. ബട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് MN വിജയൻ പാർട്ടിക്കുള്ളിലായിരുന്നില്ല, അവരുടെ അനുഭാവിയായിട്ട് പുറത്തായിരുന്നു. ബട്ട് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു പാർട്ടിയിൽ. അപ്പോൾ അങ്ങേര് വളരെ ബുദ്ധിമുട്ടി കാറ്റും വെളിച്ചവും കടക്കാതെയൊക്കെ നോക്കി. ബട്ട് സാധിച്ചില്ല. കാരണം അകത്തുനിന്ന് ഈ ജനലിൻ്റെ കുറ്റിയും കൊളുത്തുമൊക്കെ പറിച്ചും തല്ലിപ്പൊട്ടിച്ചുമൊക്കെ ഓരോരുത്തരായിട്ട് തുറക്കാൻ തുടങ്ങി. അതിൽ മുമ്പനാണ് EP. ഒരു കാര്യത്തിൽ എനിക്ക് EP-യോട് സഹതാപമുണ്ട്. അത് അദ്ദേഹം പറയുന്നത് സത്യവുമാണ്. ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയില്ലേ, ഈ കാശ് വാങ്ങിയത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെയാണ്. അത് ഈ പുസ്തകത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അച്യുതാനന്ദൻ അത് എനിക്കെതിരെ ഉപയോഗിച്ചു. അച്യുതാനന്ദൻ അങ്ങനെ ചെയ്യുന്ന ടൈപ്പാണ്. ഇദ്ദേഹവും കൂടിയിരുന്ന് തീരുമാനമെടുത്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ തീരുമാനം അധാർമികമാണ്, പക്ഷേ അത് എടുക്കും. ആ മിനിറ്റ്സിൽ വരെ VS ഒപ്പിടും. പുറത്തിറങ്ങിയിട്ട് VS വലിയ മാന്യനാകും, ബാക്കിയുള്ളവർ തള്ളിപ്പറയും. അവർ മാന്യന്മാരായതുകൊണ്ട് അവർക്ക് ഈ മിനിറ്റ്സ് പുറത്തു വിടാനുമായി. കാരണം പുറത്തു വിട്ട് കഴിഞ്ഞാൽ പാർട്ടി ആകെ കൂടെ ചീത്തയാവും. ഇത് VS-ന് അറിയാം. ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നൊരു സ്വഭാവം VS-ന് പണ്ട് മുതലേ ഉണ്ട്. അതിലാണ് EP ജയരാജൻ കുടുങ്ങിയത്. വാസ്തവത്തിൽ ഈ ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം, ഏത് പത്രമാണെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ ലക്ഷ്മി വലിയ പാടാണ്. എല്ലാ പത്രവും നഷ്ടത്തിലാണ്, അറിയാമോ? ഇപ്പോൾ 7.5 രൂപയ്ക്ക് ഒരു പത്രം വയ്ക്കുന്നു. 7.5 രൂപയ്ക്ക് ഒരു പത്രം അച്ചടിച്ച് വീട്ടിലെത്തിക്കാൻ പറ്റില്ല. ബിലോ കോസ്റ്റ് വിൽക്കുന്ന ഒരു സാധനമാണ് പത്രം. പപ്പടം പോലും കോസ്റ്റ് മീറ്റ് ചെയ്തിട്ട് ആൾക്കാർ വിൽക്കുകയുള്ളൂ. പത്രം അതിന് താഴെ വിൽക്കണം. ഒരു പത്രം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനോരമ ലക്ഷ്മിക്ക് വാങ്ങാൻ കിട്ടണമെങ്കിൽ കുറഞ്ഞതൊരു 30 രൂപയാകും. 30 രൂപയ്ക്ക് ആരെങ്കിലും ഡെയിലി പത്രം വാങ്ങും. പക്ഷേ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വീടുകളിൽ തീർച്ചയായും ദേശാഭിമാനി വരുത്തണം എന്നൊരു അലിഖിത നിയമമൊക്കെ ഉണ്ട്. അതിന് വെട്ടിലായ ഒരുപാട് പാർട്ടി കുടുംബങ്ങളുമുണ്ട്. ഒരു വർഷത്തേക്ക് വരിസംഖ്യയ്ക്കൊക്കെ ചേർത്ത് അതെ ചേർത്തു. പക്ഷേ അപ്പോഴും ഇത് ബിലോ കോസ്റ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 7 രൂപ 50 പൈസയ്ക്ക് നിങ്ങൾക്കൊരു പത്രം കൊടുക്കാൻ പറ്റില്ല. ഈ ലോസ് നികത്തുന്നത് എങ്ങനെയാണ്? അഡ്വർടൈസ്മെൻറ്റ് വെച്ചിട്ടാണ്. എത്ര അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും ആൾക്കാർ? ആകെ ഇട്ടാവട്ടത്തിലുള്ളൊരു സ്ഥലമാണ് കേരളം. അതിനകത്ത് 10-15 കമ്പനിക്കാരുണ്ട്. ഇവരെല്ലാവരും എത്രയാണെന്ന് വിചാരിച്ചാൽ പരസ്യം കൊടുക്കുന്നത്? പരസ്യം വെച്ച് നടത്താൻ പറ്റുന്നില്ല. മനോരമ, മാതൃഭൂമി ഈ 2 പത്രങ്ങളാണ് ഇപ്പോൾ കഷ്ടിച്ച് ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ലാഭത്തിൽ നിന്ന് പറയാം. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വലിയ എംപയറാണ്. മനോരമയുടെ പത്രമുണ്ട്, വനിതയുണ്ട്, തൊഴിൽ വീഥിയോ ഉണ്ട്, പിന്നെ ചാനലുണ്ട്, അതിൽ തന്നെ മഴവിൽ മനോരമയുണ്ട്, MRF-ൻ്റെ ടയർ കമ്പനിയുണ്ട്. ഇതൊക്കെ ചേർന്ന വലിയൊരു കോർപ്പറേറ്റാണ് മനോരമ. അതുകൊണ്ട് അവർക്ക് ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നു. മാതൃഭൂമിയെ ഏകദേശം അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രസിദ്ധീകരണങ്ങളെല്ലാം ഉണ്ട്. ഇവരുടെ പരസ്യമൊക്കെ ഒരു പാക്കേജായിട്ടാണ് കൊടുക്കുന്നത്. അതായത് മാതൃഭൂമി പത്രം, ഗൃഹലക്ഷ്മി, തൊഴിൽ വീഥിയോ തൊഴിൽ വാർത്തയോ, പിന്നെ ബാലഭൂമി, ഇതൊക്കെ ചേർത്തിട്ട് ഒരു പാക്കേജ് പരസ്യം. അപ്പോൾ ഇതിൽ ഇത്ര പരസ്യം കൊടുക്കും, അതിൽ ഇത്ര കൊടുക്കും, മാസം ഇത്ര കിട്ടും,
ഇങ്ങനെ ചെയ്താണ് ഇവർ ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാൻ പാവം ദേശാഭിമാനിക്ക് സാധ്യമല്ല. ദേശാഭിമാനിക്ക് ഒരു പത്രമുണ്ട്, ഒരു വീക്കിലിയും ഉണ്ട്, വേറെ എന്താ ഉള്ളത്? അപ്പോൾ അവർക്ക് പൈസ പുറത്തുനിന്ന് വാങ്ങിച്ചേ പറ്റുള്ളൂ. ഇദ്ദേഹം അന്ന് ഇ പി ജയരാജൻ അന്ന് ജനറൽ മാനേജറാണ്. ഫൈനലി ജനറൽ മാനേജറുടെ തലയിലാവും ഇത്. ലോൺലി അറ്റ് ദ ടോപ്പ് എന്ന് പറയുള്ളൂ. ഇവർ വലിയ കാര്യത്തിൽ സംസ്ഥാന സമിതി കൂടും. ലാസ്റ്റായിരിക്കും ദേശാഭിമാനിയുടെ ഇഷ്യൂ വയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് കണ്ണൂർ പോകണം, കാസർഗോഡ് പോകണം, അവരൊക്കെ അങ്ങ് പോകും. പോയി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ പി ജയരാജൻ മാത്രമാകും. അപ്പോഴത്തേക്ക് രാത്രി 9 മണിയായി. കോടിയേരി എണീക്കും, എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, ഗുളിക കഴിക്കാതെ പറ്റില്ല, ഞാൻ ഇറങ്ങണമെന്ന് കോടിയേരി പോകും. പിണറായിയും ജയരാജനും മാത്രമാകും. ജയരാജൻ പറയും, ഞാൻ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് കാശ് മേടിക്കും കേട്ടോ, ഇല്ലെങ്കിൽ നാളെ പത്രം ഇറങ്ങില്ല. പിണറായിക്ക് ഇത് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. വാങ്ങരുത് എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. വാങ്ങിയില്ലെങ്കിൽ താൻ കാശ് തന്നു പറയും. പിണറായി ഒന്നും വേണ്ട, താൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിണറായി എണീറ്റ് പോകും. ജയരാജൻ മാത്രമാകും. ദേശാഭിമാനിയിൽ നിന്ന് ഫോൺ വരും, സാർ നാളത്തേക്ക് പേപ്പറില്ല. ഇത് സാന്റിയാഗോ മാർട്ടിനെ വിളിക്കും, ഒരു 2 കോടി ട്രാൻസ്ഫർ ചെയ്തേക്ക്, ബാക്കി നമുക്ക് റിലീസ് ചെയ്യാം. ടി ജി, അങ്ങനെ ഈ പാർട്ടിയെ രക്ഷിച്ച് നിർത്തുന്ന പല സമയങ്ങളിൽ പാർട്ടി പത്രത്തിനെ ഉൾപ്പെടെ രക്ഷിച്ച് നിർത്തുന്ന ഈ മുതലാളിത്ത ബന്ധങ്ങളുണ്ടാക്കിയിട്ടുള്ള ഇ പി തൻ്റെ ആത്മകഥയുടെ പേര് ഈ പറയുന്ന പോലെ കട്ടൻ ചായയും പരിപ്പോടിയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ആത്മകഥ എന്ന് എന്തുകൊണ്ടിട്ടു എന്നുള്ളതാണ്. അത് ഇ പിയുടെ പ്രസിദ്ധമായൊരു പ്രസംഗത്തിലാണ് ഈ പ്രയോഗം. കട്ടൻ ചായയും പരിപ്പോടെയും കഴിച്ച് സഹാക്കൾ കഴിയുന്ന കാലം കഴിഞ്ഞു. കാരണം അത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ദരിദ്രനായിരിക്കണം എന്നുള്ളൊരു ഇക്വേഷൻ അത് ഞാൻ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് ഇ പി വലിയ കാറിൽ സഞ്ചരിച്ചു, വലിയ വീട് വെച്ചു, റിസോർട്ട് വെച്ചു, വലിയ ബിസിനസ് ബന്ധങ്ങളുണ്ടാക്കി, എക്രോസ് പൊളിറ്റിക്കൽ സ്പെക്ട്രം രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഓപ്പറേഷണൽ കരാറുണ്ടാക്കി. നിരാമയ റിസോർട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ, വൈദേകം ഇ പിയുടെ ഭാര്യയുടെ പേരിൽ. അപ്പോൾ വൈദേകത്തിൻ്റെ നടത്തിപ്പ് ചുമതല നിരാമയ്ക്ക് കൊടുത്തു. അങ്ങനെ വലിയ ബിസിനസ്സുകാരനായിട്ട് ഇ പി മാറി. രാഷ്ട്രീയ രംഗത്തും ഇതുപോലെ പ്രകാശ് ജാവ്ദേക്കറെ കാണുക, ശോഭാ സുരേന്ദ്രനെ കാണുക, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇദ്ദേഹത്തെ വന്ന് കാണുക, ഇങ്ങനെ ചെയ്ത് തൻ്റെ സാമ്രാജ്യം വലുതായി കൊണ്ടുവന്നു ഇ പി. അപ്പോൾ അതിന് ന്യായമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇ പി പറഞ്ഞിരുന്നു കട്ടൻ ചായയുടെയും പരിപ്പുടെയും കാലം കഴിഞ്ഞു എന്ന്. അതുകൊണ്ടാണ് കട്ടൻ ചായയും പരിപ്പുടെയും വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.